വളരെ പ്രഗത്ഭരടങ്ങിയ ഒരു കമ്മിറ്റിയാണിത്, ഹൈ പ്രൊഫൈൽ. അങ്ങനെ ഒരു കമ്മിറ്റിയാണ് ലാഘവത്തോടു കൂടി സർക്കാർ കണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പൊതുപണമാണ് ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ മടി കാണിച്ചത് ഇത്രയും വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു വശത്തിന് മാത്രം അനുകൂലമല്ല, ഒറ്റ സർക്കാരിനെതിരായിട്ടുള്ള ഒറ്റ സ്റ്റാൻഡ് തന്നെയാണ് ഇവിടെ ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയെ മാനിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റാൻഡ് നമ്മൾ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. ആ സ്റ്റാൻഡിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരുപക്ഷെ ശ്രീ മഞ്ജുഷോ നമ്മുടെ മുഖ്യധാരോ മാധ്യമങ്ങളോ വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ് ഉള്ളത്. അതിലാണ് മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ ഈ കാര്യത്തിൽ പാലിക്കുമെന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പലപ്പോഴും ഇതിൽ വിചാരണ ചെയ്യരുത്, മാധ്യമ വിചാരണയിലേക്ക് പോകരുത്, ഇവരുടെ പേരുകൾ പുറത്തുവിടരുത്, അവരുടെ സ്വകാര്യത മാനിക്കണം. രണ്ട്, സജിമോഹൻ പാറയിലിനെ കുറിച്ചും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹർജിയിലെ നിയമവശങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ല്ലേ AG കോടതിയിൽ ചെന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഹർജി ഇപ്പോൾ നിലനിൽക്കുന്നതല്ല. അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അതിൽ പറഞ്ഞിരിക്കുന്ന നിയമവശങ്ങൾ പ്രസക്തമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൈക്കോടതി വളരെ ആലോചിച്ച് വളരെ സന്തുലിതമായ ഒരു സമീപനം എടുത്തു. ആ സന്തുലിതമായ സമീപനത്തെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനം തന്നെയാണ് ആർക്കും ഇല്ലെന്നല്ല, പക്ഷേ ആ സന്തുലിതമായ സമീപനം പൊതുസമൂഹവും മാധ്യമങ്ങളും കൂടെ സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഒരു വരി കൂടെ സൂചിപ്പിച്ചോട്ടെ, അതിന്റെ തെളിവുകളല്ലേ നിവിൻ പോളിയുടെ കള്ളക്കേസ് നമ്മൾ കണ്ടത്, ശ്രീ രഞ്ജിത്തിന്റെ കള്ളക്കേസ് കണ്ടത്. 2012 ഇല്ലാത്ത ഹോട്ടലിൽ വെച്ച് 2015 തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് 2012 പീഡിപ്പിച്ചു എന്ന് പറയുന്ന പോലത്തെ കള്ളത്തരങ്ങൾ നമ്മുടെ കേരള സമൂഹം. ഇപ്പോൾ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ലോ ഇന്ന് ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിലെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടുന്നു, ഒരേ കാര്യങ്ങൾ മാത്രമല്ല, തൊഴിലിടത്തിലെ പീഡനം അതിനകത്ത് വരുന്നുണ്ട്, ലൈംഗിക ചൂഷണം വരുന്നുണ്ട്, കോമ്പൻസേഷൻ്റെ കാര്യം വരുന്നുണ്ട്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ റിപ്പോർട്ട് എടുത്ത് അട്ടത്ത് വെച്ചത് എന്തിനാണ് എന്നുള്ള ന്യായമായ ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത്. ഇതിലിപ്പോൾ ഈ എല്ലാവരുടെയും സ്വകാര്യത മാനിക്കണമെന്ന ഒരു പരാമർശം കോടതി ഇതിൽ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ഇരയുടെ സ്വകാര്യത മാനിക്കുന്നു എന്ന രീതിയിൽ ഈ വേട്ടക്കാരുടെ സ്വകാര്യത എങ്ങനെ മാനിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ഉന്നയിച്ചതാണല്ലോ. അതിന് കൃത്യമായിട്ട് കോടതി ഇതിനകത്ത് പറയുന്നുണ്ട്. കോടതി പറയുന്ന കാര്യം എന്താണ്, ഈ ഇരയുടെ സ്വകാര്യത മാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഒരാക്ഷനും എടുക്കാതെ ഇതെടുത്ത് മാറ്റിവെക്കുന്നതല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അവിടെ പരാതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അന്നേ ഒരു ഏജൻസിയെ വെച്ച് സർക്കാരിന് അന്വേഷണം തുടങ്ങാമായിരുന്നു. അവിടെയും കോടതി പറയുന്നുണ്ട്, ശരി, ഇക്കാര്യത്തിൽ വിക്ടിമിന് പരാതി ഒന്നുമില്ല എന്ന് കണക്കാക്കുക, കേസ് അവിടെ അവസാനിപ്പിക്കാമല്ലോ. അവിടെ ആർക്കാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്? ആർക്കും നഷ്ടമുണ്ടാകുന്നില്ല. അവിടെ ഒരു അന്വേഷണം അവിടെ നടക്കുമല്ലോ എന്നാണ്. ഇപ്പോൾ 4 വർഷം ഒരു അന്വേഷണവും നടന്നില്ല എന്ന് പറയുമ്പോൾ ഈ 4 വർഷക്കാലവും ഇതേ കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ആവർത്തിച്ചു എന്നല്ലേ? ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ, കോടതിയുടെ ഹിസ്റ്റോറിക് സമീപനമാണ് ഈ പ്രതികളുടെ പേരും പുറത്തുവിടണം എന്നുള്ളത്. നമ്മുടെ നിയമത്തിന്റെ കീഴ്വഴക്കങ്ങളിൽ ഇല്ലാത്ത, എന്നാൽ ആരുടെയും പേര് പുറത്തുവിടരുതെന്നും അവരുടെയും സ്വകാര്യത മാനിക്കണം, ആരോപിതരുടെയും സ്വകാര്യത മാനിക്കണമെന്ന് പറയുന്നത് ഞാൻ അടക്കം പൊതുസമൂഹത്തിൽ നിന്ന് ഉന്നയിച്ച ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട കോടതി അതിന് ലീഗൽ പ്രീസിഡൻസ്, ഒരു ലീഗൽ സാങ്ക്ടിറ്റി കൂടെ നൽകിയിരിക്കുന്നു. അത് ഒരു പ്രധാനപ്പെട്ട അതേ സമയത്ത് തന്നെ അതിന്റെ പേരിൽ അന്വേഷണം നടത്താതെ മാറ്റിവെക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് രാഹുൽ. കറക്റ്റാണ്, സമ്മതിക്കുന്നു, കറക്റ്റാണ്, എഗ്രി ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സന്തുലിതമായ ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ചാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. രാഹുൽ തുടരണം. ശ്രീ TB മിനി, രാഹുൽ ആദ്യം മുതൽ ഇവിടെ ഒരു ബാലൻസിംഗ് ആണ് നടന്നത് കോടതിയിൽ നിന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ ബാലൻസിംഗ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും സ്ത്രീ സുരക്ഷ മാനിക്കപ്പെടണം, അങ്ങനെ മാനിക്കപ്പെട്ടിട്ടില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയിരിക്കുന്നത്, ഇങ്ങനെയല്ല സർക്കാർ പെരുമാറേണ്ടിയിരുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ കോടതി പറഞ്ഞിരിക്കുകയാണല്ലോ മിനി. അതെ, അത് രാഹുൽ പറയുന്നത് ശരിയല്ല. രാഹുൽ ഞാൻ നല്ല ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ ഞാൻ പറയാം. രാഹുൽ, നമ്മൾ ഒരു സിനിമ വലിയ ഇൻഡസ്ട്രിയാണ്. അവിടെ പഴയ കാലത്തെ സ്ത്രീകളല്ല, എല്ലാ സ്ഥലത്തും അത് 10 30 സെക്ഷനുകളായിട്ടുള്ള മേഖലകളിലെല്ലാം സ്ത്രീകൾ ജോലി ചെയ്യാം. അവിടെ നടിമാരുണ്ട്, നടന്മാരുണ്ട്, അതല്ലാത്ത സ്റ്റാഫുണ്ട്. ഈ അവിടെ വരുന്ന പെൺകുട്ടികളെ സെക്ഷൽ ഹരാസ്മെന്റിന് ഉപയോഗിക്കാമെന്ന് കരുതുന്ന ആളുകൾ ഇന്നും ഈ ആധുനിക യുഗത്തിൽ, ആധുനികവൽക്കരിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ, ജനാധിപത്യവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിൽ, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാവുകയും അത്തരം ചെയ്യുന്ന രാഹുൽ ഒരു സെറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയാ ആർട്ടിസ്റ്റുകളെയോ ജൂനിയർ ആർട്ടിസ്റ്റുകളോ സെക്ഷലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ടാ? ഇല്ലല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ക്രൈമാണ് ചെയ്യണത്.
നമ്മൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ധാരാളം സാധ്യതകൾ വേറെയുണ്ട്. പിന്നെ എന്തിനാണ് ഒരു തൊഴിലിന് വേണ്ടി വരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണത്? അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നവരെ ക്രൈം ചെയ്യുന്നവരാണ്. ഈ സൊസൈറ്റിയോട്, സ്ത്രീകളോട്, കുഞ്ഞുങ്ങളോട് എത്ര പോക്സോ കേസുകൾ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആര് ചെയ്തു? അത്തരം ആളുകളെ, രാഹുലിനെ പോലുള്ള ആളുകളാണ് ചാട്ടവാറ് കൊണ്ടടിക്കേണ്ടത്. നമ്മളടിക്കണം. പക്ഷെ ഇവിടെ നിയമം ശരിയായ നിലയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ശരിയായ ഒബ്സർവേഷൻസ് നടത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, രാഹുൽ പറഞ്ഞ പോലെ ഈ രാഹുൽ അത് കൂട്ടിച്ചേർത്ത് പറയുന്നതാ. ഏത് നമ്മള് പ്രതികളുടെ സ്വകാര്യത എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വകാര്യത ഇല്ല. രാഹുൽ, നമ്മള് സൗമ്യ കേസിലെ എന്ത് സ്വാമിയാണ് ഗോവിന്ദസ്വാമി ഉന്നയിക്കാണ്ടിരിക്കണോ? ഗോവിന്ദസ്വാമി അപ്പോൾ രാഹുൽ ഡേക്കാറില്ലേ? നിങ്ങൾ പറയുന്ന കേക്കൂ. നിങ്ങൾ രാഹുൽ പ്ലീസ്. അതായത് നമ്മള് ആ ക്രൈം രജിസ്റ്റർ ചെയ്യ അന്ന് മുതൽ ഗോവിന്ദസ്വാമിയുടെ പേര് പറഞ്ഞു. ആ ക്രൈം രജിസ്റ്റർ അന്ന് മുതൽ ജിഷ കേസിലെ പ്രതിയുടെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഡൽഹി കേസിൽ പ്രതിയുടെ പേര് പറഞ്ഞു, കൽക്കട്ട കേസിലെ പ്രതിയുടെ പേര് പറഞ്ഞു. എന്താണ് പിന്നെ സിനിമാ നടന്മാർക്കുണ്ട പ്രത്യേകമായ ആനുകൂല്യം? അവര് പ്രതികളാണെങ്കിൽ, കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേര് പറയണം. അതാണ് ഒരു ശിക്ഷ. അതാണ് ഒരു ശിക്ഷ. കാരണം സൊസൈറ്റി അവരെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന അത്രയും ആളുകൾ ഇത്തരം നീചമായ പ്രവൃത്തികൾ കുഞ്ഞുകുട്ടികളോടും പെൺകുട്ടികളോടും തൊഴിൽ തേടി വരുന്നവരോടും ചെയ്യാൻ പാടില്ല. രാഹുൽ, അത് പാടില്ല. രാഹുലിനെ പോലുള്ള ചെറുപ്പക്കാർ അതിനെതിരായിട്ടുള്ള നിലപാടെടുത്താണ് പറയേണ്ടത്. അല്ലാതെ അവർക്ക് വേണ്ടി രാവും പകലും ഇവിടെ വന്നിങ്ങനെ ന്യായീകരിക്കലേ പ്ലീസ്. ഇതൊരു തെറ്റായിട്ടുള്ള രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രതികളുടെ പേര് ഒരു സ്ഥലത്തും പറയരുതെന്ന് ഒരു കോടതി വിധിയില്ല. ഈ പൃഥ്വിരാജ് പോലും പറഞ്ഞില്ലേ, നമ്മളിവിടെ വിക്ടിംസിന്റെ പേര് പറയരുതെന്നാണ് കോടതി വിധി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ പ്രതികൾ FIR വീണതിന് ശേഷം, ഒരു സ്ത്രീ ആരോപണവുമായി വന്ന് അതിൽ കൃത്യമായി FIR വീണതിന് ശേഷം പ്രതിയുടെ പേര് പറയുന്നതിൽ ഒരു നിയമ തടസ്സവുമില്ല. കോടതിയെ അതിനെ പറഞ്ഞിട്ടുള്ളൂ, റെസ്ട്രിക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കോടതി പറഞ്ഞിട്ടില്ല അവരുടെ പേര് ഉപയോഗിക്കരുതെന്ന്. അപ്പൊ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ച് നമ്മൾ സംസാരിച്ചിട്ട് ശരി ഇപ്പോൾ